കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ടുള്ള ചരിത്രം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2012 മുതൽ ഹമാസ് എന്ന് പറയുന്ന ടെററിസ്റ്റ് സംഘടനയ്ക്ക് ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് സംതിങ് ലൈക്ക് UN ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. മിക്കവാറും രാജ്യങ്ങളുടെ അന്താരാഷ്ട്ര വ്യവഹാരങ്ങൾ കൈകാര്യം ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം ഒത്തുകൂടുന്നത് UN വേദികളിലാണ്. അപ്പൊ ആ ഒരു ലൈൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹമാസ്, മുസ്ലിം ബ്രദർഹുഡ്, താലിബാൻ, ഇനി അൽഖ്വയ്ദ ഉണ്ടോന്നറിയില്ല, ഇത്തരം അൽഖ്വയ്ദയുമായിട്ടും കണക്ട് ചെയ്ത് ഈ ദോഹയിലുള്ള അൽ ജസീറ, ഒസാമ ബിൻ ലാദനുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം ഇസ്ലാമിലെ പൊതുവെ സുന്നി വിഭാഗത്തിന്റെ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ്, അവരുടെ കലാപാഹ്വാനങ്ങൾ, കലാപ സംഘങ്ങൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മധ്യേഷ്യ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഇറാനും സൗദിക്കും ഇടയിലായിട്ട് വരും. സൗദിയുടെ അടുത്താണ് കിടക്കുന്നത്, വളരെ അടുത്ത്, വളരെ അടുത്ത്. അപ്പം ആ ഒരു രാജ്യമാണ് ശരിക്കും ഈ ടെററിസത്തെ മൊത്തത്തിൽ പാലൂട്ടി വളർത്തുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ഫണ്ട് കൊടുക്കുന്ന. അതായത് ഖത്തറിന്റെ ഭരണകൂടം ഇവർക്ക് സഹായം കൊടുക്കുന്നുണ്ട്, ഒരർത്ഥത്തിൽ ഇവരെ വെച്ച് പുലർത്തുന്നുണ്ട്, ഇവർക്കൊരു സേഫ് ഹാവൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടുന്ന് ഇൻഡിവിജ്വൽസ്, ധനാഢ്യരായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ഫണ്ടിങ്, പല രീതിയിലുള്ള ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ആഹാരം, വസ്ത്രവും ഒക്കെ വാങ്ങാനുള്ള ഫണ്ടിങ് എന്നുള്ള രീതിയിൽ കൊടുക്കും. പക്ഷെ അത് ഓട്ടോമാറ്റിക്കലി ഹമാസ് പോലെയുള്ള ഭീകര സംഘടനകളിൽ ചെന്ന് ചേർന്നിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ഇപ്പൊ തന്നെ UN എയ്ഡ് ഗാസിൽ കൊടുത്തിട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഫണ്ടിങ് ഓഫ് ടെററിസം, പ്രൊമോട്ടർ ഓഫ് ടെററിസം, ആക്റ്റീവ് ഇൻവോൾവ്മെന്റ്, അങ്ങനെയുള്ള ഒരു ചരിത്രമുള്ള രാജ്യമാണ് ഖത്തർ. ഖത്തർ ഒരിക്കലും ഒരു മീഡിയേറ്റർ ആകേണ്ടുന്ന രാജ്യമല്ല. മീഡിയേറ്റർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. ഖത്തറിന്റെ അടുത്ത് പോയിരുന്ന നെഗോഷിയേഷൻ നടത്തേണ്ടി വരുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ്, ചെയ്യേണ്ടി വരുന്നു. അത് അവരുടെ ഗതികേട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഖത്തർ അങ്ങനെയുള്ള ഒരു രാജ്യമല്ല.